ശ്രീ പ്രശാന്ത് ശിവൻ, ഈ ഐഐടികളുടെ കാര്യക്ഷമതാ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. 2014 ശേഷം സ്ഥാപിതമായ 5 ഐഐടികളിൽ അധിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും 6500 വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇടം നൽകുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഐഐടിക്കും ഇതിന്റെ ഗുണം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ. തീർച്ചയായും പാലക്കാട് ഉൾപ്പെടെയുള്ള ഐഐടികൾക്ക് ഇതിന്റെ ഗുണമുണ്ടാവും. 2014 ശേഷം ആരംഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഐഐടികൾക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ ഒരു ചെറിയ രീതിയിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, മോഹനസുന്ദരമായ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ 12 ലക്ഷം എന്ന തരത്തിലൊരു സ്ലാബ് വെച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ ചെയ്യാമെന്ന്. അതുകൊണ്ട് ഇത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്കുകളൊന്നുമല്ല. സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് ഗുണം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു പദ്ധതി വെച്ചിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം പറഞ്ഞു, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിന്റെ ഗുണം ഈ 12 ലക്ഷം എന്നുള്ള സ്ലാബ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന് വെച്ചു. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആളുകളാവുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ ദാതാക്കളായി മാറണം എന്നൊരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം വലിയ രീതിയിലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിൽ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിലൂടെ അവരവരുടെ നൈപുണ്യ വികസനത്തിലൂടെ വലിയ രീതിയിൽ തൊഴിൽ ദാതാക്കളായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കാൻ പറ്റും. അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ MSME പ്രൊജക്റ്റുകൾ വായ്പാ പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപ വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. MSMEകൾക്കുള്ള വായ്പയുടെ തോതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിൽ സാലറീഡ് എംപ്ലോയീസിന് മാത്രമല്ല, ഇത്തരത്തിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി മാത്രം വലിയ രീതിയിൽ ഏകദേശം 27 മേഖലകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്റ്റാർട്ടപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 27 മേഖലകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കിയിട്ടുണ്ട്. ഇവരൊന്നും സാലറീഡ് എംപ്ലോയീസ് അല്ല, ഇവരെല്ലാം എംപ്ലോയർ, അത് മറ്റുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ആളുകളായിട്ട് മാറുന്ന ആളുകളാണ്. വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതിൽ നിന്ന് ഗുണം ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വനിതാ SC/ST സംരംഭകർക്കായിട്ട് 14,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ, അതും ഇത്തരത്തിൽ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. പിന്നെ നേരത്തെ ഇവിടെ ഈ തൊഴിൽ എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സ്ലാബുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. ഈ PM സ്വാനിധി വായ്പ എന്ന് പറയുന്നുണ്ട്. തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്കെനിക്ക് കിട്ടില്ല. കേരളത്തിൽ മാത്രം ഏകദേശം 25,000 പേരുടെ അടുത്ത്, 23,761 മറ്റാണ് കണക്ക്. 25,000 പേരുടെ അടുത്ത് കേരളത്തിൽ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ വായ്പ ലഭിച്ചിട്ടുണ്ട്. പിന്നെ മുദ്രാ വായ്പയെ കുറിച്ച് ചോദിച്ചു. മുദ്രാ വായ്പയുടെ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 12 കോടി ഉപഭോക്താക്കൾ മുദ്രാ വായ്പയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ 9 കോടി സ്ത്രീകളാണുള്ളത്. കേരളത്തിലും അത്തരത്തിൽ ഈ മുദ്രാ വായ്പയിൽ ലഭിച്ച ആളുകളിൽ 70% വനിതകളാണ്. അപ്പൊ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളും നിരവധിയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 12 ലക്ഷം എന്നുള്ള ഇൻകം ടാക്സ് സ്ലാബ് അത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാക്കളായിട്ടുള്ള സ്വയം സംരംഭം ആരംഭിച്ചിട്ടുള്ള സ്വന്തമായി ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്കും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ജനപ്രിയ ബഡ്ജറ്റ് തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ, ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ടോ, മറ്റുള്ള വിഭാഗക്കാർക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെ കേവലം രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത്തരത്തിൽ ഈ ബജറ്റിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്.